ഹലോ ഗൈസ്, നമ്മുടെ റാമോജി ഫിലിം സിറ്റി കാണാൻ പോയതിൻ്റെ വിശേഷങ്ങളാണ്. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്ത് കയറി. 1450 ആണ് ടിക്കറ്റ് റേറ്റ് പ്ലസ് 18% GST. അങ്ങനെ ഓൾമോസ്റ്റ് 1711 ആണ് നമുക്ക് ടിക്കറ്റ് റേറ്റ് വന്നത്. അത്യാവശ്യത്തിന് ബാക്ക് ചെക്കിങ്ങും കാര്യങ്ങളും സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് സെൽഫായിട്ട് ഫുഡൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെ നിന്ന് മേടിക്കുന്ന ഫുഡ് തന്നെ കഴിക്കണം. അങ്ങനെ മില്യൺ എക്സ്പീരിയൻസസ് ഉള്ള റാമോജിയുടെ, മില്യൺ ഡ്രീംസ് ഉള്ള റാമോജിയുടെ പടികൾ ഞങ്ങൾ ചവിട്ടുകയാണ്. ഇതൊക്കെ ഓരോ ഹോട്ടൽസാണ് കേട്ടോ, ഒറിജിനലായിട്ട് അവിടെ വരുന്ന ആർട്ടിസ്റ്റൊക്കെ താമസിക്കുന്ന ഹോട്ടൽസാണ്. ഫസ്റ്റ് ഞങ്ങൾ പോയത് വൈൽഡ് വെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പെർഫോമൻസ് കാണാനാണ്. അതൊരു സ്റ്റൺ ഷോ ആണ്. അത് കാണാൻ ഒരുപാട് ജനം ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ടെക്നിക്കലായിട്ട് ബോംബും ഗണ്ണൊക്കെ യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഫയറും സ്മോക്കൊക്കെ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരുമ്പോൾ നല്ലതായിരുന്നു. നല്ല കോമഡിയും കഥയും സ്റ്റോറിയും ഒക്കെ അടിപൊളിയായിരുന്നു. ഷാറുഖ് ഖാൻ്റെ കൈ പിടിക്കാൻ ഇവിടെ ആരുമില്ല മക്കളെ, ആരുമില്ല. ഇതൊരു ഇല്യൂഷൻ ഫോട്ടോ എടുക്കുന്ന ഒരു ഏരിയ ആണ്. അങ്ങനെ ഒരുപാട് ക്രേസി ഫോട്ടോസൊക്കെ എടുത്ത് സ്പിരിറ്റ് ഓഫ് റാമോജി ഷോ കാണാൻ പോയി. ഷോ തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു. നല്ല കിണ്ണം കാച്ചി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ ഓരോ ആർട്ടിസ്റ്റിൻ്റെയും ഹാർഡ് വർക്ക് എന്നൊക്കെ പറയുന്നത് വളരെ അപ്രീഷ്യബിൾ ആണ്. ഓരോരുത്തരും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ പെർഫോമൻസ് ചെയ്യുന്നത്. ഒരു ദിവസം 1, 2, 3 ഷോസാണ് മാക്സിമം അവർ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ കാത്തിരുന്ന നിമിഷം ആ റെഡ് ബസ്, കരളെ കരളിൻ്റെ കരളെ എന്നുള്ള പാട്ടിലാണ് ആദ്യമായിട്ട് ഈ ബസ് കാണുന്നത്. ഒന്ന് യാത്ര ചെയ്യണമെന്നുള്ളൊരു വലിയ മോഹമായിരുന്നു. ഇത് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് ഓരോ ലൊക്കേഷൻസ് എന്താണെന്ന് പറഞ്ഞതാണ്. ഇതൊരു ഹവേലിയും പിന്നെ കോർട്ട് ജഡ്ജൊക്കെ ആയിട്ടുള്ള സീൻസൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഏരിയ ആണ് കേട്ടോ. അപ്പുറേ കാണുന്നത് മസ്ജിദും താജ്മഹലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് പോലീസ് സ്റ്റേഷൻ സീൻസൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഏരിയ എന്നാണ് പറഞ്ഞത്. ഇതല്ലേ നമ്മുടെ ചന്ദ്രമുഖിനെ തലവെട്ടിക്കളഞ്ഞ പ്രാന്തനായിട്ടുള്ള രാജാവ്. ഇത് നമ്മുടെ പുരാണ കഥകളുടെ സെറ്റാണ് കേട്ടോ. ഇത് സ്ഥിരം റെയിൽവേ സ്റ്റേഷൻ സെറ്റാണേ. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്ന് ആ റെഡ് ബസ്സിലോട്ട് കുതിച്ച് ചാടി. ഇനി ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ദ മോസ്റ്റ് അവൈറ്റഡ്. അതിൻ്റെ കഥ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.